ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഓണം സ്പെഷ്യൽ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇന്ന് 2 തോരൻ വയ്ക്കുന്നുണ്ട്. ഒന്ന് ബീട്രൂട്ട് തോരൻ, മറ്റൊന്ന് മിക്സഡ് തോരൻ കേട്ടോ. മിക്സഡ് വെജിറ്റബിൾ തോരനാണ്. അതിനാദ്യം നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊന്ന് വാടി വരട്ടെ. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2-3 ഉണക്കമുളക് രണ്ടായിട്ടൊന്ന് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും ഉണക്കമുളകും ഒക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ആ സമയത്ത് ഒരു വലിയ ബീട്രൂട്ടാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ച് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് മതി. ബീട്രൂട്ടൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കി. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ബീട്രൂട്ടിൽ തന്നെ ഉള്ള വെള്ളം കൊണ്ടാണ് അത് വേവുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് വാടിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തത്. നമ്മൾ ആദ്യം ചേർത്താൽ ചിലപ്പോഴും ഉപ്പ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് വാടിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് ബീട്രൂട്ടെല്ലാം ഒരു 4 ഭാഗത്തേക്ക് മാറ്റിയിട്ട് നടുക്ക് ഭാഗത്തേക്ക് ഒരു 2 കോഴിമുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്താലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തോരന്. മുട്ട ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കാതിരിക്കണം കേട്ടോ. ഒന്ന് കട്ടിയായതിന് ശേഷം മാത്രം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ബീട്രൂട്ടുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവട്ടെ എന്ന് വിചാരിച്ചു. കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മുട്ടയൊക്കെ നല്ല പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. നമുക്കിവിടെ കഷ്ണമായിട്ട് കിട്ടരുത്, ചെറിയ ചെറിയ തരികളായിട്ട് വേണം മുട്ട കിട്ടാനായിട്ട്. ആ പരുവത്തിൽ ഇത് നല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ്. ഞാനൊരു ചെറിയ കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പൊന്നുമില്ല, വെറും തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് തുറന്ന് വെച്ച് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പം ഞാൻ ചേർത്ത് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് മൂടി വെക്കണമെന്നൊന്നുമില്ല, എങ്കിലും നമുക്കൊരു 2 മിനിറ്റും കൂടെ കുരുമുളകൊക്കെ ചേർത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടെ വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം എന്താ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു തോരനാണിത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റും ക്യാബേജും ഗ്രീൻ പീസും കൊണ്ടുള്ളൊരു തോരനാണ്. ഒരു മിക്സഡ് വെജിറ്റബിൾ തോരനാണ്. അടിപൊളി ടേസ്റ്റുള്ളൊരു തോരനാണ് കേട്ടോ. അതും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ക്യാരറ്റ്, ഒരു 250 ക്യാബേജ്, 1 സവോള, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കപ്പ് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. പിന്നെ 1 കപ്പ് തേങ്ങ. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഇതെല്ലാം നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റും ക്യാബേജും സവോളയും പച്ചമുളകും ഗ്രീൻ പീസും എല്ലാം ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക.
അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ചിലർ ഈ സമയത്ത് ജീരകം പൊടിച്ചത് ചേർത്ത് ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ ജീരകം പൊടിച്ചതൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സദ്യക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണല്ലോ തോരൻ കിട്ടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാനൊന്ന് സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി ഒരു 5 മിനിറ്റ് ഞെരടി എടുക്കണം കേട്ടോ. ഞെരടി എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് ഉള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. കുറച്ച് വെള്ളം കാണുമോ ഇതിനകത്ത്. അപ്പം നമ്മളിതിനകത്ത് ഇനി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 5 മിനിറ്റ് സമയം നമുക്കിത് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം. അപ്പോൾ ഉപ്പും മഞ്ഞളും ഇതെല്ലാം നല്ല നെല്ലി പിടിച്ചതിന് ശേഷം നല്ലൊരു മണം വരും കേട്ടോ. ഇങ്ങനെ ഞെരടി കഴിഞ്ഞ് 5 മിനിറ്റ് നമുക്കിതിങ്ങനെ ഞെരടി കൊടുക്കുക. ഇത്രയും മതി. ഇനി നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി തോരൻ തയ്യാറാക്കാനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്നുപരിപ്പൊന്ന് ചുവന്ന് വരണം. ചുവന്ന് വരുന്ന സമയത്ത് 2-3 ഉണക്കമുളക് 2ആയിട്ട് കീറിയത് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തോരൻ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, വേറെ ഒന്നും ചേർക്കണ്ട. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും കേട്ടോ. ഗ്രീൻ പീസ് ഫ്രോസൺ ആയതുകൊണ്ട് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് നോക്കി ഗ്രീൻ പീസ് വേവായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് വെച്ച് ബാലൻസ് ഉള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ ഉണ്ട്. ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5-6 കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് തോരനിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അതും അടിപൊളി ടേസ്റ്റുള്ളൊരു തോരനാണ്. അങ്ങനെ ആ തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.